ജൂലൈ 5 ബഷീർ ദിനം. സാധാരണക്കാരൻ്റെ ഭാഷയിൽ കഥകൾ എഴുതി വായനക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 10 കൃതികളെയും അവയിലെ കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രേമലേഖനം ബഷീറിൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം. 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന അവസരത്തിലാണ് ബഷീർ ഇത് രചിച്ചത്. ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമ കഥയാണിത്. കേശവൻ നായരും സാറാമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവലും പ്രേമലേഖനം തന്നെയാണ്. ബാല്യകാലസഖി ബഷീറിൻ്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന ഇവയൊക്കെ ബാല്യകാലസഖിയിൽ കഥാസന്ദർഭങ്ങളാകുന്നു. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു. 1951 ബഷീർ ഈ നോവൽ രചിച്ചത്. കുഞ്ഞു പാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് നോവലിൻ്റെ കേന്ദ്രപ്രമേയം. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പ്രശസ്തമായ ബഷീറിയൻ ഡയലോഗ് ഈ നോവലിലേതാണ്. ആനവാരിയും പൊൻകുരിശും രാമൻ നായരും തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. രാമൻ നായർ ആനവാരി രാമൻ നായരായതും തോമ പൊൻകുരിശു തോമയുമായ കഥയാണ് ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പറയുന്നത്. ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നാണ് ഇത്. 1959 ഇത് പ്രസിദ്ധീകരിച്ചത്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരുകൂടി ബഷീർ ഇതിന് നൽകിയിട്ടുണ്ട്. മതിലുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്ന കുറ്റത്തിന് തടവിലാക്കപ്പെട്ട ബഷീറിൻ്റെ ജയിൽ അനുഭവമാണ് മതിലുകൾ എന്ന നോവൽ. ബഷീർ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാകുന്നു. മറ്റൊരു കഥാപാത്രമാണ് നാരായണി. മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിലെ നാരായണിയെ ബഷീർ പരിചയപ്പെടുന്നു. പരസ്പരം കാണാതെ തന്നെ ഇരുവരും പ്രണയത്തിലാകുന്നു. ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ 3 പ്രധാന കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത്. മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർ, അദ്ദേഹത്തിൻ്റെ മകൾ സൈനബ, മണ്ടൻ മുത്തപ്പ. സൈനബയുടെ സഹായത്തോടു കൂടി മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിയിൽ പോക്കറിനെ പരാജയപ്പെടുത്തുകയും പോക്കർ തൻ്റെ മകളായ സൈനബയെ മുത്തപ്പയ്ക്ക് വിവാഹം കഴിപ്പിച്ച് നൽകുകയും ചെയ്തു. ഇതാണ് കഥയുടെ സാരാംശം. ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് ഭൂമിയുടെ അവകാശികൾ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ ബഷീർ നൽകുന്നത്. ബഷീറും തൻ്റെ ഭാര്യ ഫാത്തിമ ബീവിയും ഇതിലെ കഥാപാത്രങ്ങളാകുന്നു. പക്ഷികളും ചിത്രശലഭങ്ങളും പാമ്പുകളുമൊക്കെ ഈ കഥയിൽ കടന്നു വരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിൽ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് പൂവമ്പഴം. 1948 വിഡ്ഢികളുടെ സ്വർഗം എന്ന സമാഹാരത്തിലാണ് ഈ ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. ഈ കഥ പി ബാലചന്ദ്രൻ ടെലിഫിലിമാക്കുകയും ചെയ്തു. അബ്ദുൽ ഖാദർ സാഹിബിൻ്റെയും ഭാര്യ ജമീല ബീബിയുടെയും കഥയാണ് ബഷീറിൻ്റെ പൂവമ്പഴം.